നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വേദിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കോട്ടയം ജില്ലയിലെ പാല, പൂഞ്ഞാർ എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. മീനച്ചിലാറിന്റെ തീരങ്ങളിൽ സംസ്കാരവും വാണിജ്യവും കൃഷിയും സമ്മേളിക്കുന്ന വിശുദ്ധ അൽഫോൺസിയുടെ പുണ്യസ്മരണകൾ തുടിക്കുന്ന കോട്ടയം ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലൊന്നായ പാല നിയോജക മണ്ഡലം. പാലയുടെ നാളെയെ രൂപപ്പെടുത്തുന്ന ഈ നാടിന്റെ ഓരോ സ്പന്ദനത്തിലും പുരോഗതിയുടെ കയ്യൊപ്പ് ചാർത്തുന്ന വികസന മുന്നേറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. വികസനം എന്നത് കെട്ടിടങ്ങളും റോഡുകളും മാത്രമല്ലല്ലോ. അത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ, നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക്, നമ്മുടെ നാടിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് നൽകുന്ന ഊർജമാണ്. പാലാ മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാർ വിവിധ ഏജൻസികളുടെ സഹായത്തോടെ, പ്രത്യേകിച്ച് കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ നടപ്പിലാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളെക്കുറിച്ചും പാലയിലെ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്പർശിക്കുമെന്നും വിശദമായി നോക്കാം. നമുക്ക് പാലയുടെ വികസനത്തിന്റെ പുതിയ മുഖത്തിലേക്ക്, പുതിയ പ്രതീക്ഷകളിലേക്ക് കടന്നു ചെല്ലാം. ചിറക്കടവ് പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലാണ്, എലിക്കുളം പഞ്ചായത്ത് പാലാ നിയോജകമണ്ഡലത്തിലാണ്. ഈ രണ്ട് പഞ്ചായത്തുകൾക്ക് ചേർന്ന് കുടിവെള്ള പദ്ധതിക്കായിട്ട് ഏതാണ്ട് 60 കോടി രൂപയോളം അനുവദിച്ചിട്ടുള്ളതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പണി പൂർത്തിയായിട്ടില്ല. പൈപ്പിൽ ഒക്കെ ഇട്ട് കഴിഞ്ഞു, ബാക്കി പണികളൊന്നും നടന്നിട്ടില്ല. പിന്നീട് ഒരു പ്രോമിസ് ഉണ്ടായിരുന്നത്, വാക്കാൽ പറഞ്ഞത്, ചേർപ്പുങ്കൽ നിന്നും പാലായിലെ ഏറ്റവും തിരക്കേറിയ ഒരു റോഡാണ് ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേ. അതിനകത്ത് ചേർപ്പുങ്കൽ നിന്നും ഭരണിയാണം വരെ കിഫ്ബിയുടെ ഒരു റോഡ് പഞ്ചായത്തുകൾ വഴി 15 മീറ്റർ വീതിയിലും മുനിസിപ്പൽ ഏരിയ കടന്നു പോകുന്നിടത്ത് 12 മീറ്റർ വീതിയിലും ചെയ്യും. ഒരു നാടിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങളാണ്. പാലയെ സംബന്ധിച്ചിടത്തോളം ദാഹം അകറ്റാൻ ശുദ്ധജലം എത്തിക്കുന്ന വലിയ പദ്ധതികൾ, അടിയന്തര ഘട്ടങ്ങളിൽ താങ്ങാവുന്ന ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ, നമ്മുടെ കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്ന വിദ്യാലയങ്ങൾ, പുതിയ കാലത്തിന്റെ തൊഴിൽ സാധ്യതകൾ തുറന്നു തരുന്ന നൈപുണ്യ വികസന പദ്ധതികൾ, ഒപ്പം നാടിന്റെ ജലസമൃദ്ധി ഉറപ്പാക്കാനും ഗതാഗതം സുഗമമാക്കാനും ലക്ഷ്യമിടുന്ന നിർമ്മിതികൾ. ഇങ്ങനെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. നമുക്ക് ആദ്യമായി പാലയുടെ ജീവനാഡിയായ ജലവിഭവ രംഗത്തെ സുപ്രധാന പദ്ധതികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. പാലയും പരിസര പ്രദേശങ്ങളും പ്രധാനമായും ആശ്രയിക്കുന്നത് മീനച്ചിലാറിനെയും മറ്റ് ജലസ്രോതസ്സുകളെയുമാണ്. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനും കാർഷിക ആവശ്യങ്ങൾക്കും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും ജലവിഭവ വകുപ്പ് വലിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. കരിമ്പുകയം സമഗ്ര കുടിവെള്ള പദ്ധതി. ഇത് പാലാ നിയോജക മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന കാഞ്ഞിരപ്പള്ളി, എലിക്കുളം, ചിറക്കടവ് പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ളതാണെങ്കിലും ഒരു ബൃഹത് കുടിവെള്ള ശൃംഖലയുടെ ഭാഗമായി പാലാ മേഖലയ്ക്കും ഇതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി ഈ പ്രദേശങ്ങൾ നേരിടുന്ന കുടിവെള്ള പ്രശ്നത്തിന് വലിയൊരളവിൽ പരിഹാരം കാണാൻ ഈ പദ്ധതി സഹായിക്കും. കേരള വാട്ടർ അതോറിറ്റിയാണ് ഈ സുപ്രധാന പദ്ധതി നടപ്പിലാക്കുന്നത്. ഏകദേശം 68 കോടി 64 ലക്ഷം രൂപയുടെ ഈ വലിയ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചു. നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾക്കായി 10 കോടി 28 ലക്ഷം രൂപ ഇതിനോടകം കൈമാറിയിട്ടുണ്ട്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാനാകും. മീനച്ചിലാറിന് കുറുകെ റെഗുലേറ്റർ കം ബ്രിഡ്ജ്. പാലാ നിയോജക മണ്ഡലത്തിലെ ഭരണങ്ങാനം പഞ്ചായത്തിൽ മീനച്ചിലാറിന് കുറുകെ കോട്ടാണൽ കടവിൽ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാനുള്ള പദ്ധതി സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. ഇത് യാഥാർത്ഥ്യമായാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശേഷിയുള്ള ഒരു പദ്ധതിയാണിത്. ഒന്നാമതായി റെഗുലേറ്റർ വരുന്നതോടെ വേനൽക്കാലത്ത് നദിയിൽ ജലം സംഭരിച്ച് നിർത്താനും അതുവഴി സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെയും ജലസ്രോതസ്സുകളിലെയും ജലനിരപ്പ് നിലനിർത്താനും കൃഷിക്ക് ആവശ്യമായ ജലം ഉറപ്പാക്കാനും സാധിക്കും. രണ്ടാമതായി ഇതൊരു പാലം കൂടിയായതിനാൽ നദിയുടെ ഇരുകരകളിലുമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും അതുവഴി യാത്ര എളുപ്പമാക്കുകയും ചെയ്യും. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് ഉടൻ അംഗീകാരം ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നോക്കൂ, ആവശ്യത്തിന് കുടിവെള്ളം, കൃഷിക്ക് വെള്ളം, ഒപ്പം എളുപ്പമുള്ള യാത്രയും. ഈ ജലവിഭവ പദ്ധതികൾ പാലയുടെയും സമീപ പ്രദേശങ്ങളുടെയും സുസ്ഥിരമായ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്.
കോട്ടണൽ കടവിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പോലുള്ള പദ്ധതികൾ നാടിന്റെ ദീർഘകാല സ്വപ്നങ്ങളാണ്. ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അതിലെ ജനങ്ങളുടെ ആരോഗ്യമാണ്. അടിയന്തര സാഹചര്യങ്ങളിലും സാധാരണ ചികിത്സയ്ക്കും മികച്ച സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്ന സുപ്രധാന പദ്ധതികളുടെ പ്രയോജനം പാലയിലെ ജനങ്ങൾക്കും ലഭ്യമാകുന്നുണ്ട്. ഡയാലിസിസ് സെന്ററുകൾ. വൃക്ക രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് താങ്ങാവുന്ന ചെലവിൽ ഡയാലിസിസ് സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. സംസ്ഥാനത്താകെ 50,96,00,000 രൂപയുടെ ഈ പദ്ധതിക്കായി 36,32,00,000 രൂപ ഇതിനോടകം വിനിയോഗിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ സ്ഥാപിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ പാലയിലെ രോഗികൾക്കും വലിയ ആശ്വാസമാകും. ചികിത്സയ്ക്കായി ദൂരസ്ഥലങ്ങളിൽ പോകേണ്ടി വരുന്ന ബുദ്ധിമുട്ടും സാമ്പത്തിക ബാധ്യതയും കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഐസൊലേഷൻ വാർഡുകൾ. കോവിഡ് മഹാമാരി നൽകിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കുന്ന ബൃഹത് പദ്ധതിയും KMSCL മുഖേന നടപ്പിലാക്കുന്നു. 236 കോടി രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതിക്കായി 108 കോടിയിലധികം രൂപ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായുള്ള സൗകര്യങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ പാലാ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കും പ്രയോജനപ്പെടും. ഇത് പ്രാഥമിക തലത്തിൽ തന്നെ രോഗികളെ മാറ്റിപ്പാർപ്പിച്ച് ചികിത്സ നൽകാനും രോഗവ്യാപനം തടയാനും സഹായിക്കും. സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്നത് ഓരോ പൗരന്റെയും അവകാശമാണ്. ഡയാലിസിസ് സെന്ററുകളും ഐസൊലേഷൻ വാർഡുകളും പോലുള്ള പദ്ധതികൾ സംസ്ഥാന തലത്തിലുള്ളതാണെങ്കിലും അത് താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസം സുരക്ഷയും വളരെ വലുതാണ്. അറിവാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കാനും യുവതലമുറയ്ക്ക് പുതിയ കാലത്തിന്റെ തൊഴിൽ സാധ്യതകൾക്കനുസരിച്ചുള്ള വൈദഗ്ധ്യം നൽകാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ പാലയിൽ നടപ്പിലാക്കുന്നു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന പദ്ധതിയാണിത്. ഇതിന്റെ ഭാഗമായി ഓരോ നിയോജക മണ്ഡലത്തിലെയും ഒരു സ്കൂൾ വീതം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതിയുടെ കോട്ടയം ജില്ലയിലെ 1ാം ഘട്ടത്തിൽ പാലാ മണ്ഡലത്തിലെ ഒരു സ്കൂളും ഉൾപ്പെട്ടിട്ടുണ്ട്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 14,31,00,000 രൂപയുടെ ഈ പദ്ധതി ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലാണ്. 13,93,00,000 രൂപ ഇതിനോടകം ചെലവഴിച്ചു. ആധുനിക ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറികൾ, കളിസ്ഥലം തുടങ്ങി ഒരു വിദ്യാലയത്തിന് ആവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഇതോടെ യാഥാർത്ഥ്യമായി. ഇത് നമ്മുടെ കുട്ടികൾക്ക് മികച്ച പഠനാനുഭവം നൽകും. നൈപുണ്യ വികസന പദ്ധതി. ലോകം മാറുന്നതനുസരിച്ച് തൊഴിൽ സങ്കല്പങ്ങളും മാറുകയാണ്. യുവാക്കൾക്ക് പുതിയ സാങ്കേതിക വിദ്യകളിൽ വൈദഗ്ധ്യം നൽകി അവരുടെ വീടിനടുത്ത് തന്നെയോ അല്ലെങ്കിൽ വിദൂരത്തിരുന്ന് ജോലി ചെയ്യാനോ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. 27,50,00,000 രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായുള്ള നൈപുണ്യ വികസന പരിപാടികൾ പാലായിലെ യുവജനങ്ങൾക്കും പുതിയ തൊഴിൽ വാതായനങ്ങൾ തുറന്നു നൽകും. മികച്ച വിദ്യാലയങ്ങൾ നാളത്തെ പൗരന്മാരെ വാർത്തെടുക്കുമ്പോൾ നൈപുണ്യ വികസന പദ്ധതികൾ നമ്മുടെ യുവാക്കൾക്ക് ലോകത്തിന്റെ ഏത് കോണിലും മത്സരിക്കാനും മികച്ച തൊഴിൽ നേടാനും ആത്മവിശ്വാസം നൽകുന്നു. ഈ 2 മേഖലകളിലെയും മുന്നേറ്റം പാലയുടെ ശോഭനമായ ഭാവിക്ക് അടിത്തറയിടും. പാലാ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ശുദ്ധജലം ഉറപ്പാക്കുന്ന വലിയ പദ്ധതികൾ, ആരോഗ്യരംഗത്തെ കരുതൽ, വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റം, യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള നൈപുണ്യ വികസനം, ഒപ്പം നാടിന്റെ ജീവനാഡിയായ മീനച്ചിലയാറിനെ സംരക്ഷിക്കാനും ഗതാഗതം മെച്ചപ്പെടുത്താനുമുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളും പരിഗണനയിലുണ്ട്. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കിഫ്ബി തീർച്ചയായും പാലായെ ഈ കാര്യത്തിൽ പരിഗണിക്കുമെന്നും പാലായ്ക്ക് വേണ്ടി നല്ല പ്രോജക്റ്റുകൾ തരുമെന്നും ഇവിടെ 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലിക്കലും ഇലവിഴ പൂഞ്ചിറയും. ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും അവിടെ വരുന്നത്. പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലെങ്കിലും ജനക്കൂട്ടം അവിടെ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ ഭാവിയിൽ വരാവുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രിക്കും സഹമന്ത്രിയായ സുരേഷ് ഗോപിക്കും
ഞാനും ഫ്രാൻസിസ് ജോർജോട് കൂടി അപേക്ഷ കൊടുത്തെങ്കിലും കേന്ദ്ര സർക്കാർ ഇത് അനുവദിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള സംവിധാനവും അവിടെ ഉണ്ടാവണം. അപ്പോൾ തീർച്ചയായും ഇത് വന്നു കഴിഞ്ഞാൽ വളരെ പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമാണ്. ഈ 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും സിനിമകളുടെ ഷൂട്ടിംഗ് മുഴുവൻ ഈ മേഖലയിലേക്ക് വരും. അതുകൊണ്ട് ജനങ്ങളുടെ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് കിഫ്ബി തീർച്ചയായും ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ പാലയെ പരിഗണിക്കും. നൂറുകണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പാലയിലും പരിസര പ്രദേശങ്ങളിലുമായി നടക്കുന്നത്. ഇതിൽ പലതും പുരോഗമിക്കുന്നു. ചിലത് പൂർത്തീകരണത്തോട് അടുക്കുന്നു, മറ്റു ചിലത് അംഗീകാരം കാത്തിരിക്കുന്നു. ഈ വികസന സ്വപ്നങ്ങൾ പൂർണ്ണമായി യാഥാർത്ഥ്യമാകുമ്പോൾ അത് പാലയുടെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകും. ഓരോ പാലാക്കാരൻ്റെയും ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ പ്രതിഫലിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വികസന യാത്രയിൽ നമുക്കേവർക്കും ഒരുമിച്ച് മുന്നേറാം. മലനിരകളും ഹരിതാഭയും കൈകോർക്കുന്ന കാർഷിക സംസ്കാരവും തീർത്ഥാടന പ്രാധാന്യവും സമ്മേളിക്കുന്ന കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ പൂഞ്ഞാർ നിയോജക മണ്ഡലം. പൂഞ്ഞാറിന്റെ സിരകളിലൂടെ ഈ നാടിന്റെ സമഗ്രമായ വളർച്ചയ്ക്കും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വേണ്ടി സംസ്ഥാന സർക്കാർ വിവിധ ഏജൻസികളുടെ സഹായത്തോടെ, പ്രത്യേകിച്ച് കിഫ്ബിയുടെ സാമ്പത്തിക പിൻബലത്തോടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്തറിയാം. ഈ മലയോര മണ്ണിൽ പുരോഗതിയുടെ പുതിയ ചരിത്രം കുറിക്കുന്ന ഓരോ നിർമ്മാണ പ്രവർത്തനവും, ഓരോ പദ്ധതിയുടെയും വിശദാംശങ്ങളും ദൃശ്യങ്ങളിലൂടെയും പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ നമുക്ക് പരിമിതികളുണ്ടാകാം. എന്നാൽ വികസനം എന്നത് കേവലം റോഡുകളും കെട്ടിടങ്ങളും മാത്രമല്ല. അത് നമ്മുടെ നാടിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ്. നമ്മുടെ കർഷകർക്കും യുവജനങ്ങൾക്കും സാധാരണക്കാർക്കും ലഭിക്കുന്ന കൈത്താങ്ങാണ്. അതുകൊണ്ട് ഈ വികസന യാത്രയിൽ നിങ്ങളുടെ വഴികാട്ടിയായി നിന്നുകൊണ്ട് പൂഞ്ഞാറിന്റെ മണ്ണിൽ യാഥാർത്ഥ്യമാകുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളെക്കുറിച്ചും അവ നമ്മുടെ നാടിന് എങ്ങനെ കരുത്തേകുമെന്നും വിശദമായി സംസാരിക്കാം. നമുക്ക് പൂഞ്ഞാറിന്റെ വികസന പുലരിയിലേക്ക് കടന്നു ചെല്ലാം. കേരള ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന കിഫ്ബി അഥവാ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്സിലൂടെ നടത്തുന്ന വിഭവ സമാഹരണവും അത് വിനിയോഗിച്ച് സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രവർത്തനങ്ങളും കേരളത്തിൻ്റെ സമഗ്രവും സർവ്വതോന്മുഖവുമായ ലോക നിലവാരത്തിലേക്ക് ഈ നാടിനെ എത്തിക്കുന്ന രീതിയിലുള്ള പുരോഗതിക്ക് അടിത്തറ ഒരുക്കിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും അഭൂതപൂർവമായ വികസനത്തിലെല്ലാം കിഫ്ബിയുടെ കയ്യൊപ്പുണ്ട് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തും. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 4-5 പ്രവർത്തനങ്ങളാണ് കിഫ്ബി ഫണ്ടിങ്ങിലൂടെ നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് മുരിക്കുംവയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും എല്ലാമുള്ള ഈ നിയോജക മണ്ഡലത്തിലെ ഏക കോമ്പൗണ്ടാണ് പിന്നോക്ക മേഖലയിൽ പ്രവർത്തിക്കുന്ന മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ മുരിക്കുംവയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിന് 5 കോടി രൂപയുടെ പുതിയ കെട്ടിട സമുച്ചയം, ബഹുതല ഹയർ സെക്കൻഡറി വിഭാഗത്തിനുള്ള ബഹുതല കെട്ടിട സമുച്ചയം കിഫ്ബി ഫണ്ടിലൂടെ പൂർത്തീകരിച്ച് അവിടെ ക്ലാസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വാഗമൺ റോഡ്, ഈരാറ്റുപേട്ടയിൽ നിന്നും വാഗമണിലേക്കുള്ള 24 കിലോമീറ്റർ റോഡ് കേരളത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് വാഗമൺ. ആ വാഗമണിലേക്കുള്ള റോഡ് ഏതാണ്ട് 60 വർഷം മുമ്പ് നിർമ്മിച്ചത് പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ ആധുനിക നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന്, വീതി കൂട്ടി നിലവാര വർധനവോടുകൂടി നിർമ്മിക്കുന്നതിനാവശ്യമായ 64 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി പൂഞ്ഞാർ നിയമമണ്ഡലത്തിലെ ഏക മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാന മന്ദിരം മുമ്പ് പഞ്ചായത്തായിരുന്ന അവസരത്തിൽ ഉപയോഗിച്ചിരുന്ന അതേ ചെറിയ സൗകര്യങ്ങളുള്ള പരിമിതമായ സൗകര്യങ്ങളുള്ള ഓഫീസ് കെട്ടിടമാണ്. അതിന് പകരം പുതിയ മുനിസിപ്പൽ ഓഫീസ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന്
7,68,00,000 രൂപ കിഫ്ബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈരാറ്റുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഐസൊലേഷൻ വാർഡ്, സാംക്രമിക രോഗങ്ങളടക്കം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആളുകളെ ഐസൊലേറ്റ് ചെയ്ത് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ള ഐസൊലേഷൻ വാർഡ് 1,30,00,000 രൂപ വിനിയോഗിച്ച് നിർമ്മിച്ചതും കിഫ്ബി ഫണ്ട് കൂടി ഉൾപ്പെടുത്തിയാണ്. ഇങ്ങനെ ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലും വിദ്യാഭ്യാസ രംഗത്തും ഗതാഗത രംഗത്തും തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടെല്ലാം കിഫ്ബി ഫണ്ട് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. തുടർന്നും കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോവേണ്ടത് ഈ നാടിന് വളരെ ഗുണകരമായ വികസന രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കും എന്നാണ് പ്രത്യേകമായി എടുത്തു പറയാനുള്ളത്. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഒരു മലയോര മണ്ഡലം എന്ന നിലയിൽ പൂഞ്ഞാറിന് അതിൻ്റെതായ വികസന ആവശ്യങ്ങളുണ്ട്. മികച്ച ഗതാഗത സൗകര്യങ്ങൾ, തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനം, ആധുനിക വിദ്യാഭ്യാസ ആരോഗ്യ സൗകര്യങ്ങൾ, കുടിവെള്ള ലഭ്യത, നൈപുണ്യ വികസനം എന്നിവയെല്ലാം ഊന്നൽ നൽകുന്ന പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. നമുക്ക് ആദ്യമായി ഈ മലയോര മേഖലയുടെ ജീവനാഡിയായ ഗതാഗത രംഗത്തെ സുപ്രധാന മുന്നേറ്റങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. പൂഞ്ഞാർ പോലൊരു മലയോര മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനം മികച്ച റോഡ് സൗകര്യങ്ങളാണ്. കാർഷിക വിളകൾ വിപണിയിൽ എത്തിക്കാനും വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും സാധാരണക്കാരുടെ ദൈനംദിന യാത്രകൾ സുഗമമാക്കാനും ലക്ഷ്യമിട്ട് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ വലിയ പദ്ധതികളാണ് പുരോഗമിക്കുന്നത്. ഈരാറ്റുപേട്ട വാഗമൺ റോഡ്. പൂഞ്ഞാർ മണ്ഡലത്തിലെ പ്രധാന ടൗണായ ഈരാറ്റുപേട്ടയെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡിന്റെ നവീകരണം ഈ മേഖലയുടെ ടൂറിസം വികസനത്തിന് വലിയ കുതിപ്പേകും. 23.8 കിലോമീറ്റർ ദൂരം വരുന്ന ഈ റോഡിന്റെ നവീകരണത്തിനായി റോഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി കേരള ലിമിറ്റഡ് ആണ് നേതൃത്വം നൽകുന്നത്. ഏകദേശം 64 കോടി രൂപയാണ് ഈ വലിയ പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 75 ലക്ഷം രൂപയോളം കൈമാറിയിട്ടുണ്ട്. കേരളത്തിന്റെ മലയോര മേഖലകളിലൂടെ കടന്നുപോകുന്ന സ്വപ്ന പദ്ധതിയായ ഹിൽ ഹൈവേയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പൂഞ്ഞാർ മണ്ഡലത്തിലൂടെ കടന്നുപോകുന്നുണ്ട്. എരുമേലിയിലെ കരിങ്കല്ലുംമുഴി മുതൽ പ്ലാച്ചേരി വരെയുള്ള 7.5 കിലോമീറ്റർ ഭാഗം BM&BC ടാറിംഗ് നടത്തി മികച്ച നിലവാരത്തിൽ നവീകരിക്കുന്ന പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കേരള റോഡ് ഫണ്ട് ബോർഡാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 33,19 ലക്ഷം രൂപയുടെ ഈ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചെങ്കിലും നിർമ്മാണത്തിനുള്ള തുക കൈമാറി തുടങ്ങിയിട്ടില്ല. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ പണി ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇത് പൂർത്തിയാകുന്നതോടെ മലയോര മേഖലയിലെ ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. അരുവിത്തുറ ഭരണങ്ങാനം റോഡ്. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളെയും ടൗണുകളെയും ബന്ധിപ്പിക്കുന്ന അരുവിത്തുറ ഭരണങ്ങാനം റോഡിന്റെ നവീകരണത്തിനുള്ള പദ്ധതിയും സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. KRFBയുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇത് ഈ മേഖലയിലെ ഗതാഗതം കൂടുതൽ സുഗമമാക്കും. ഈ റോഡുകൾ വെറും ടാർ ചെയ്ത വഴികളല്ല, മറിച്ച് പൂഞ്ഞാറിന്റെ സമഗ്ര വികസനത്തിലേക്കുള്ള ധമനികളാണ്. മികച്ച റോഡുകൾ വരുന്നതോടെ ടൂറിസം വളരും. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ വിപണിയിലെത്തിക്കാം. വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി യാത്ര ചെയ്യുന്ന സാധാരണക്കാർക്ക് സമയവും പണവും ലാഭിക്കാം. ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ശബരിമലയിലേക്കുള്ള പ്രധാന പ്രവേശന കവാടങ്ങളിലൊന്നാണ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ എരുമേലി. തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ശബരിമലയുടെ സുസ്ഥിര വികസനത്തിനും ദേവസ്വം വകുപ്പ് വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. എരുമേലി ശബരിമലയുടെ പ്രവേശന കവാടമാണ്. ആ പ്രവേശന കവാടത്തിൽ ലോകത്തെല്ലായിടത്തുനിന്നും എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ടി ഉള്ള സൗകര്യമൊരുക്കുന്നതിന് 15 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഒരിടത്താവള പദ്ധതി നടപ്പിലാക്കി വരികയാണ്. അത് അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമല സുസ്ഥിര വികസന പദ്ധതി. ശബരിമലയിലും പ്രധാന ഇടത്താവളങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് പരിസ്ഥിതി സൗഹൃദപരമായ വികസനം ഉറപ്പാക്കുന്നതിനുമുള്ള ബൃഹത്തായ പദ്ധതിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 127 കോടി രൂപയുടെ ഈ വലിയ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള തുക ഇതുവരെ കൈമാറിയിട്ടില്ല. ഇത് പദ്ധതിയുടെ ആസൂത്രണ ഘട്ടത്തിലാണെന്നോ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതിനാലോ ആകാം. ഇതിന്റെ ഭാഗമായുള്ള വികസന പ്രവർത്തനങ്ങൾ എരുമേലി പോലുള്ള ഇടത്താവളങ്ങൾക്കും പ്രയോജനപ്പെടും. എരുമേലി ഇടത്താവളം
ശബരിമല തീർത്ഥാടകർക്ക് വിശ്രമിക്കാനും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുമായി എരുമേലിയിൽ ഒരു ഇടത്താവളം നിർമ്മിക്കാനുള്ള പദ്ധതിയും സർക്കാരിന്റെ പരിഗണനയിലാണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ ട്രസ്റ്റ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ എരുമേലിയിലെത്തുന്ന തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാകും. ശബരിമല തീർത്ഥാടനം സുഗമമാക്കുന്നതിനുള്ള ഇത്തരം പദ്ധതികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പൂഞ്ഞാർ മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നത് നാടിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. അവയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഓഫീസുകൾ അത്യാവശ്യമാണ്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഓഫീസ് കെട്ടിടം. പൂഞ്ഞാർ മണ്ഡലത്തിലെ പ്രധാന നഗരസഭയായ ഈരാറ്റുപേട്ടയ്ക്ക് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്ന പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു. കോട്ടയം ജില്ലയിലെ തന്നെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓഫീസ് കെട്ടിട നിർമ്മാണവും ഉൾപ്പെടുന്ന ഒരു സംയുക്ത പദ്ധതിയാണിത്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ മുനിസിപ്പൽ ആൻഡ് പഞ്ചായത്ത് അസറ്റ് ക്രിയേഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ കേരള ലിമിറ്റഡ് ആണ് ഈ പദ്ധതിയുടെ നിർവഹണ ഏജൻസി. 2 മുനിസിപ്പാലിറ്റികൾക്കുമായി ആകെ 20,53 ലക്ഷം രൂപയുടെ ഈ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചെങ്കിലും നിർമ്മാണ തുക ഇതുവരെ കൈമാറിയിട്ടില്ല. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. പുതിയ കെട്ടിടം വരുന്നതോടെ മുനിസിപ്പൽ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ഓഫീസ് കെട്ടിടം ഈരാറ്റുപേട്ട നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗതയും കാര്യക്ഷമതയും നൽകും. ജനങ്ങൾക്ക് സേവനങ്ങൾക്കായി സമീപിക്കുമ്പോൾ മികച്ച അനുഭവം നൽകാനും ഇത് സഹായിക്കും. ഒരു നാടിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് അവിടുത്തെ യുവതലമുറയാണ്. അവരുടെ മികച്ച വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും പുതിയ കാലത്തിനനുസരിച്ചുള്ള തൊഴിൽ നൈപുണ്യവും ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള സംസ്ഥാന ജില്ലാതല പദ്ധതികളുടെ പ്രയോജനം പൂഞ്ഞാർ മണ്ഡലത്തിനും ലഭിക്കുന്നു. ക്ലസ്റ്റർ 7 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാക്കുന്ന എറണാകുളം കോട്ടയം ക്ലസ്റ്റർ 7 പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ സ്കൂളുകൾക്ക് അനുവദിച്ച വിഹിതത്തിന്റെ പ്രയോജനം പൂഞ്ഞാർ മണ്ഡലത്തിലെ സ്കൂളുകൾക്കും ലഭിക്കും. 18,32 ലക്ഷം രൂപയുടെ ഈ പദ്ധതിക്കായി 10,36 ലക്ഷം രൂപ റിലീസ് ചെയ്തു കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഓരോ നിയോജക മണ്ഡലത്തിലെയും ഒരു സ്കൂൾ വീതം നവീകരിക്കുന്ന പദ്ധതിയുടെ കോട്ടയം ജില്ലയിലെ 1ാം ഘട്ടത്തിൽ പൂഞ്ഞാർ മണ്ഡലത്തിലെ ഒരു സ്കൂളും ഉൾപ്പെട്ടിട്ടുണ്ട്. കയറ്റ് നടപ്പിലാക്കുന്ന 14,31 ലക്ഷം രൂപയുടെ ഈ പദ്ധതിയുടെ ഭാഗമായി 13,93 ലക്ഷം രൂപ ചെലവഴിച്ച് സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കഴിഞ്ഞു. ഈ പദ്ധതികളെല്ലാം പൂഞ്ഞാറിലെ കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നു. ഐസൊലേഷൻ വാർഡുകൾ. ആരോഗ്യ വകുപ്പിന് കീഴിൽ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് നിർമ്മാണ പദ്ധതിയുടെ പ്രയോജനം അടിയന്തര സാഹചര്യങ്ങളിൽ പൂഞ്ഞാർ മണ്ഡലത്തിലെ ജനങ്ങൾക്കും ലഭിക്കും. 236 കോടി രൂപയുടെ ഈ പദ്ധതിക്കായി 108 കോടിയിലധികം രൂപ ഇതിനോടകം വിനിയോഗിച്ചു. നൈപുണ്യ വികസന പദ്ധതി. പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ നടപ്പിലാക്കുന്ന 27,50 ലക്ഷം രൂപയുടെ വർക്ക് നിയർ ഹോം നൈപുണ്യ വികസന പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ഇത് പൂഞ്ഞാറിലെ യുവജനങ്ങൾക്കും പുതിയ തൊഴിൽ സാധ്യതകൾ നൽകും. മികച്ച സ്കൂളുകളും ആരോഗ്യ സൗകര്യങ്ങളും തൊഴിൽ നൈപുണ്യവും ഒരു നാടിന്റെ സമഗ്ര വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. സംസ്ഥാന ജില്ലാ തലത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതികൾ പൂഞ്ഞാറിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കും. കുടിവെള്ള വിതരണ ശൃംഖല മെച്ചപ്പെടുത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. കോട്ടയം PS സർക്കിൾ പദ്ധതി. ജില്ലയിലെ ജലവിതരണ ശൃംഖലയുടെ നവീകരണത്തിനായി കേരള വാട്ടർ അതോറിറ്റി നടപ്പിലാക്കുന്ന 14,79 ലക്ഷം രൂപയുടെ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നു.
ഇതിനായി 4,72,00,000 രൂപ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഗുണഫലങ്ങൾ മണ്ഡലത്തിലെ കുടിവെള്ള വിതരണത്തിനും ലഭിക്കും. പൂഞ്ഞാർ നിയോജക മണ്ഡലം വികസനത്തിന്റെ പുതിയ പാതയിലാണ്. മലയോര മേഖലയുടെ യാത്രാക്ലേശം പരിഹരിക്കാനുള്ള വലിയ റോഡ് പദ്ധതികൾ, തീർത്ഥാടകർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ദേവസ്വം പദ്ധതികളും, അടിസ്ഥാന സൗകര്യ വികസനവും, തദ്ദേശ ഭരണത്തിന് കരുത്തേകുന്ന പുതിയ ഓഫീസ് കെട്ടിടം, വിദ്യാഭ്യാസ ആരോഗ്യ നൈപുണ്യ രംഗത്തെ മുന്നേറ്റങ്ങൾ, ജലവിഭവ സംരക്ഷണം, അങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. 100 കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ മലയോര മണ്ണിലേക്ക് എത്തുന്നത്. ഇതിൽ പല പദ്ധതികളും നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ചിലത് അംഗീകാരം ലഭിച്ച് തുടങ്ങാൻ തയ്യാറെടുക്കുന്നു, മറ്റു ചിലത് സർക്കാരിന്റെ പരിഗണനയിലാണ്. ഈ വികസന സ്വപ്നങ്ങൾ പൂർണ്ണമായി യാഥാർത്ഥ്യമാകുമ്പോൾ അത് പൂഞ്ഞാറിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് പുതിയ ഊർജം നൽകും. ഈ മലയോര നാടിന്റെ ശോഭനമായ ഭാവിക്കായി നമുക്ക് ഒരുമിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കാം, പ്രവർത്തിക്കാം. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.